എല്ലാ മച്ചന്മാർക്കും നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും പുതിയ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. വാഷിംഗ് മെഷീനെ നമ്മുടെ വീട്ടിലെ ഡെലിവറി ചെയ്യുന്ന സമയത്തും അത് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് ആൾ വരുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കയ്യിലെ പൈസ കുറച്ച് കുറവാണെങ്കിലും അതുമാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരുപാട് കാലം ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യണമെങ്കിലും സെമി ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും നല്ലത്. കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കേണ്ടി വരും അത് ഉപയോഗിക്കുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മേടിക്കാം. നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയവും അനുസരിച്ച് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി ആണോ എന്ന് നോക്കുക. ഓപ്പൺ ബോക്സ് ഡെലിവറി ആണെങ്കിൽ ഈ ഒരു സാധനം വീട്ടിൽ വരുമ്പോൾ പൊട്ടിച്ച് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഡെലിവറി ബോയ്ക്ക് OTP പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും. ഇനി എൻ്റെ വീട്ടിലേക്കോട്ട് ഓപ്പൺ ബോക്സ് ഡെലിവറി ഇല്ലെങ്കിൽ ഡെലിവറി ബോയ്ക്ക് നിങ്ങൾ നേരെ OTP പറഞ്ഞു കൊടുത്തിട്ട് സാധനം വാങ്ങി വീട്ടിൽ വയ്ക്കുക. അതിന് ശേഷമാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ആൾ വരുമ്പോൾ അവർ നോക്കിക്കോളും. ആ കൂടെ നമ്മളും നോക്കണം, കാരണം നമ്മുടെ പൈസയാണ്. 3 തരം വാഷിംഗ് മെഷീൻ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഒന്നാമത്തെ സെമി ഓട്ടോമാറ്റിക്, പിന്നെ ടോപ്പ് ലോഡ്, പിന്നെ ഫ്രണ്ട് ലോഡ്. ഇതിൽ ടോപ്പ് ലോഡും ഫ്രണ്ട് ലോഡും നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെക്നീഷ്യനെ വീട്ടിലേക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ്. പക്ഷേ സെമി ഓട്ടോമാറ്റിക്കിന് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടെക്നീഷ്യനെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനുള്ള സംവിധാനമൊന്നും ഓൺലൈനിലില്ല. നിങ്ങൾക്ക് ടെക്നീഷ്യൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഏത് ബ്രാൻഡിൻ്റെയാണോ മേടിച്ചത്, അതായത് ഇപ്പോൾ LGയുടെ മേടിച്ചാൽ നിങ്ങൾ LGയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ LGയിൽ നിന്ന് ആൾ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നതാണ്. സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ. ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇപ്പോൾ ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ആമസോണിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻസ്റ്റലേഷൻ റിക്വസ്റ്റ് പോകുന്നുണ്ട്. ഓൺലൈൻ വഴി വാങ്ങുമ്പോഴേ നമുക്ക് നല്ല പ്രൈസ് കുറവിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഒരു ടെക്നീഷ്യൻ നിങ്ങളെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവർ നിങ്ങളെ ചിലപ്പോൾ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ചില ബ്രാൻഡൊക്കെ ആണെങ്കിൽ ടെക്നീഷ്യൻ ഇതിൻ്റെ സ്റ്റാൻഡ്, ഇതിലൊഴിക്കുന്ന ലിക്വിഡ്, ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പൊടി തുടങ്ങിയ പല കാര്യങ്ങളും നല്ല MRP റേറ്റിൽ തന്നെ നിങ്ങളുടെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പണി കിട്ടിയത് കാണാം. 2500 രൂപയ്ക്ക് ഈ വീട്ടിൽ വന്ന ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെച്ചതാണ്. IFP എന്ന് പറഞ്ഞ കമ്പനിയുടെ ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ച് വെച്ചത്. ഓൺലൈൻ വഴിയാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയത്. അത് നല്ല പ്രൈസിൽ കുറവ് കിട്ടി. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് മേടിച്ചത് ആ ഒരു ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്നാണ്. ഡയറക്റ്റ് കമ്പനി ടെക്നീഷ്യനാണ്. പിന്നെയാണെങ്കിൽ അത് ഒറിജിനൽ IFPയുടെ സ്റ്റാൻഡാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ സംഭവം വെറും 2 വർഷം പോലും നിന്നില്ല. 2500 രൂപ പോയി. ആമസോണിൽ നിന്ന് ഇപ്പോൾ 1000 രൂപയ്ക്ക് ഇതിൽ നല്ല സ്റ്റാൻഡ് നമ്മൾ വാങ്ങിച്ച് വേറെ 2-3 സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവർ തരുന്ന സാധനമൊക്കെ MRP റേറ്റിലായിരിക്കും നമ്മുടെ തലയിൽ വെച്ച് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒറിജിനലാണെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കാര്യമൊന്നുമില്ല. നിങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചാലും ഒറിജിനലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ആമസോണിലൊക്കെ ഒരുപാട് സൈസ് സ്റ്റാൻഡുണ്ട്. ഈ ടെക്നീഷ്യൻ കൊണ്ടൊക്കെ ഒറ്റ മോഡൽ സ്റ്റാൻഡൊന്നുമല്ല. ഈ 2500 കൊടുത്ത് മേടിക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ മേടിച്ചവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ സംഭവം തുരുമ്പെടുത്ത് പോയി. അത് 2 വർഷം പോലും എടുത്തില്ല. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടുല്ലോ വെച്ചിന് മുമ്പ്. അതാണ് അവസ്ഥകൾ. അപ്പോൾ നിങ്ങൾ ഈ വരുന്ന ടെക്നീഷ്യൻ്റെ തള്ളു കേട്ടിട്ട് അവരെ സാധനം മേടിച്ചിട്ട് പൈസ കളയാണ്ട് ആ ഒരു പറയുന്ന സാധനമൊക്കെ ഓൺലൈനിലും പ്രൈസ് എത്രയാണെന്ന് നോക്കുക. തുരുമ്പെടുത്ത് പോയി കഴിഞ്ഞിട്ടേ ടെക്നീഷ്യനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൈമരത്തി കാണിക്കും. നിങ്ങളോട് കസ്റ്റമർ കെയറിൽ വിളിക്കാൻ പറയും. അത്രേ ഉള്ളൂ. ആ ഒരു സംഭവം നിങ്ങൾ ഓർത്തിരിക്കുക, വേറെ ഒന്നുമില്ല. പിന്നെ ആണെങ്കിൽ ടെക്നീഷ്യൻ വന്നിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സാഹചര്യത്തിന് എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നും നോക്കണ്ട. ശരിക്കും നമ്മുടെ സാധനമാണ്. അതിന് ശേഷം മാത്രം ഇമാർക്ക് ലാസ്റ്റ് ഒരു കോഡ് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാം. പിന്നെ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ സംഭവം, കറണ്ടിൻ്റെ സംഭവമൊക്കെ ടെക്നീഷ്യൻ വന്നേക്കാൾ മുമ്പ് ആ ഒരു വാഷിംഗ് മെഷീൻ വെക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ സെറ്റാക്കി വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ അവർ അത് ചിലപ്പോൾ സെറ്റ് ചെയ്യാണ്ടൊക്കെ പോകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തന്നിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക, കറണ്ടും വെള്ളമൊക്കെ. വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്കും അതൊരു ഉപകാരമായിരിക്കും. ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡൊക്കെ മേടിച്ചിട്ട് തുരുമ്പൊടിച്ച് പോയോ, അല്ലെങ്കിൽ 10 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. നിങ്ങളൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങുവാണെങ്കിൽ എപ്പോഴാണെങ്കിൽ ബെൽറ്റ് ഉപയോഗിക്കാണ്ട് ഡയറക്റ്റ് മോട്ടറിലേക്ക് ബെയറിംഗ് ഉള്ള ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ച് കളയുമ്പോൾ ഈ പുതപ്പൊക്കെ ഇട്ട് അനക്കി യൂസ് ചെയ്യുമ്പോൾ ഈ ബെൽറ്റൊക്കെ തെന്നി മാറി പോകുന്നതായിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ബെയറിങ് വെച്ചിട്ടാണെങ്കിൽ ബെൽറ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യുന്ന സെമി ഓട്ടോമാറ്റിക് വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ആണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ മാക്സിമം വാറണ്ടി കിട്ടുന്ന മോഡൽ വാങ്ങുക, അത്രേ ഉള്ളൂ.
കാരണം അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നല്ലൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. മച്ചന്മാരെ, നമ്മുടെ ഈ ചെറിയ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മൾ അറിയാവുന്ന രീതിയിലുള്ള മറുപടി നമ്മൾ തരുന്നതായിരിക്കും. പിന്നെയാണെങ്കിൽ നമ്മൾ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ എന്തുകൊണ്ട് വാങ്ങി അതിൻ്റെ കാരണങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയാം. നമ്മൾ സെമി ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിച്ചത്. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.